നമസ്കാരം. ഹമാസ് ഭീകരവാദികളുടെ ഈറ്റില്ലമായിട്ടുള്ള ഗാസയിൽ ഇസ്രായേൽ സേന കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണ പരമ്പര എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഭീകരവാദികളുടെ അവസാനം കഴിക്കുന്ന തരത്തിലേക്കുള്ള നിലപാട് തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേലിലേക്ക് നടത്തിയിട്ടുള്ള വലിയ തരത്തിലുള്ള ആക്രമണത്തിൻ്റെ ഒരു പ്രത്യാക്രമണം എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇസ്രായേൽ ഹമാസിനെതിരെ ഗാസയിലും പാലസ്തീനിലെ ഖാൻ യൂനിസിലും അതോടൊപ്പം തന്നെ റഫയിലുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള ആക്രമണം. അപ്പോൾ ഇത് കണ്ട് സഹിക്കാൻ പറ്റാതെ ഒരുപാട് ആളുകൾ കരയുന്നുണ്ട്. ആദ്യം ചിരിച്ചിരുന്ന ആളുകളാണ്. ഒക്ടോബർ 7-ന് ചിരിച്ചിരുന്ന ആളുകൾ ആ ഒരു ദിവസം മാത്രമേ ചിരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള 364 ദിവസവും ഹമാസ് ഭീകരവാദികൾക്കും അതോടൊപ്പം തന്നെ പാലസ്തീനിലെ ജനങ്ങൾക്കും വേണ്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ലോകത്തിൽ ഹമാസിനെയും പാലസ്തീനെയും പിന്തുണക്കുന്ന ആളുകൾ. അപ്പോൾ ഒരു ദിവസം ചിരിച്ച നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ബാക്കിയുള്ള 364 ദിവസവും കരയേണ്ടി വന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇസ്രായേലിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് കരമാർഗവും കടൽ മാർഗവും ആകാശമാർഗവും ഈ ഹമാസ് ഭീകരവാദികൾ ഇസ്രായേലിലേക്ക് നടത്തിയ ഭീകരാക്രമണം തന്നെയാണ്. ആ ഭീകരാക്രമണത്തിൻ്റെ യഥാർത്ഥ ഫലം ആണ് നിങ്ങളിപ്പോൾ കൊയ്ത് നേടിയിരിക്കുന്നത്. ഒരു തർക്കവുമില്ല. ശക്തമായിട്ടുള്ള വ്യോമാക്രമണവും അതോടൊപ്പം തന്നെ കരയുദ്ധവും നടത്തി ഈ ഭീകരവാദ കൂട്ടങ്ങളെ കൃത്യമായിട്ട് പാലസ്തീനിൽ നിന്ന് ഒഴിപ്പിക്കുന്ന തരത്തിലേക്ക്, ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആകാശത്തേക്ക് ഒഴിപ്പിക്കുക എന്നുള്ള രീതിയിലേക്കുള്ള നിലപാടാണ് ഇസ്രായേൽ സേന എടുത്തത്. ഇസ്രായേലിൻ്റെ പൗരന്മാരായിട്ടുള്ള ഓരോ വ്യക്തികൾക്കും ഒരു അഭിമാനകരമാകുന്ന നിമിഷമാണ് ഒരു വർഷം കൊണ്ട് ഇസ്രായേൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ഇൻ്റലിജൻസ് വീഴ്ച പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ ഭരണ കക്ഷിയെ പോലും എതിർക്കാതെ പ്രതിപക്ഷ പാർട്ടികൾ പൂർണ്ണമായിട്ടും ഇസ്രായേൽ സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് അവസാനമായിട്ട് പറഞ്ഞതാണ് എത്രയും വേഗം ഭീകരവാദികളെ ഇല്ലായ്മ ചെയ്യുക എന്നത്. ഇന്ത്യയിലാണെങ്കിൽ നടക്കുമോ? ഇതുപോലെയുള്ള കാഴ്ചപ്പാടുള്ള ഏത് രാഷ്ട്രമാണുള്ളത്? ലോകത്തിൽ ഇസ്രായേലിനെ പോലെ ഭരണ പ്രതിപക്ഷ ഐക്യമുള്ള ഒരു രാജ്യവും ഇല്ല എന്നുള്ളത്. ഇന്ത്യയിലെ പല മാധ്യമങ്ങളിലും വന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്. യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹു ജയിലിലേക്ക് പോകും. ഏത് ജയിലിലേക്കാണ് പോകുന്നതെന്നൊന്ന് പറഞ്ഞു തരും. അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണമാണ്. അഴിമതി ആരോപണം വന്നിട്ടുള്ള എത്രയോ രാഷ്ട്രീയക്കാർ നമ്മുടെ ലോകത്തിലുണ്ട്, പല രാജ്യങ്ങളിലുണ്ട്. ഇന്ത്യയിലില്ലേ എത്രയോ ആളുകളുണ്ട്. ഇന്ത്യയിലെ അഴിമതി ആരോപണം നടത്തിയിട്ടുള്ള പല ആളുകളും അല്ലെങ്കിൽ അങ്ങനെ അഴിമതി ആരോപണത്തിൽ പെട്ടിട്ടുള്ള പല ആളുകളും ഇന്ന് വീട്ടിലും അല്ലെങ്കിൽ പല അധികാര ചുമതലയിലും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ തെളിവുകൾ കോടതിയിൽ എത്തിക്കുകയും കോടതിയാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. ജയിലിലാകുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഒരാളെ കുറിച്ച് ജയിലിലിടാൻ സാധിക്കുന്നു. അതും ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെ കരുത്തുറ്റ ഒരു ഭരണാധികാരിയെ. അദ്ദേഹം ഇസ്രായേലുകാരുടെ ഒരു ഹീറോയാണ്, അതിലൊരു തർക്കമില്ല. അതുപോലെയാണ് ഈ ഭീകരവാദ കൂട്ടങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ എഫക്റ്റ് എടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒരു കോംപ്രമൈസ് ഒരു സ്ഥലത്തും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അത് പ്രധാനമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ഹമാസുമായിട്ട് ഒക്ടോബർ 7-ാം തീയതി തന്നെ തുടങ്ങിയ യുദ്ധത്തിന് ഇടയിൽ ഒരു കാര്യവുമില്ലാതെയാണ് ലെബനോനിലെ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനം ഇസ്രായേലിനെതിരെ ആക്രമണം തുടങ്ങിയത്. അവര് പ്രധാനമായിട്ട് ഇസ്രായേലിന്റെ വടക്കൻ ഭാഗത്ത്, ഇസ്രായേലിന്റെ വടക്കൻ ഭാഗത്താണ് ഈ ലെബനോൻ അതിർത്തി ഉള്ളത്. ഈ വടക്കൻ ലെബനോൻ ഈ ഇസ്രായേലിലെ ജനങ്ങളെ ആക്രമിക്കുക, സാധാരണ ജനങ്ങളിലേക്ക് മിസൈലുകൾ വിടുക. അപ്പോൾ ഇതൊരു പരിധി വരെ അയോൺ ഡോം വെച്ചുകൊണ്ട് ഇസ്രായേൽ പ്രതിരോധിക്കുന്നുണ്ട്. പക്ഷെ ചിലതൊക്കെ വന്ന് പൊട്ടുകയും അതോടൊപ്പം തന്നെ ഇതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ജനങ്ങളുടെ വീടുകളിലേക്കും സാധാരണക്കാരുടെ ശരീരഭാഗങ്ങളിലേക്കും വീഴുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് ഒരു സർക്കാർ എന്താണ് ചെയ്യുക? അവരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുക. ഇത് തന്നെയാണ് ഇസ്രായേൽ ചെയ്തത്. 60,000-ഓളം ജൂത മതവിശ്വാസികളെയാണ് ഇസ്രായേൽ ആ ഒരു ഭാഗത്ത് നിന്ന് മാറ്റി താമസിപ്പിച്ചത്. അപ്പോൾ ഇത് പുനഃസ്ഥാപിക്കണമെങ്കിൽ, ഇവരെ അവിടെ താമസിപ്പിച്ച് സാധാരണ നിലയിലേക്ക് ആക്കണമെങ്കിൽ അവിടെ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഹിസ്ബുള്ള എന്ന് പറയുന്ന ലെബനോനിലെ ഭീകരവാദ സംഘടനയെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട തലവന്മാരെ ഓരോരുത്തരെയും നശിപ്പിക്കുക, പറഞ്ഞു വിടുക, അതോടൊപ്പം തന്നെ അവരുടെ പ്രധാന നേതാക്കന്മാർക്കുപരിയായിട്ടുള്ള അവരുടെ പ്രവർത്തകരെയും നശിപ്പിക്കുക. അതായിട്ട് ബന്ധമുള്ള ആളുകളെ പൂർണ്ണമായിട്ടും ഈ ലെബനിൽ നിന്ന് ഒഴിപ്പിക്കുക. ഇതാണ് കരമാർഗവും വ്യോമമാർഗവും ഇപ്പോൾ ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ ഒരു പോരാട്ടത്തിൻ്റെ നടുവിലാണ് ഇസ്രായേൽ എന്നുള്ളതിൽ തർക്കമില്ല. ലെബനോനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ ഓരോന്നായിട്ട് നശിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിലെ ജനങ്ങൾക്ക് സമാധാനം പകരുന്ന തരത്തിലേക്കുള്ള നിലപാടാണ് കൊളുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒക്ടോബർ 7-ാം തീയതി ഹമാസ് നടത്തിയ ആക്രമണത്തിനോടൊപ്പം തന്നെ അവരോട് കൂടെ ചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തി ഇസ്രായേലിൻ്റെ ചില പ്രദേശങ്ങളിലേക്ക് ആക്രമണം നടത്താമെന്ന് ഹിസ്ബുള്ള കരുതിയിരുന്നെങ്കിൽ
അല്ലെങ്കിൽ കരുതി മുന്നോട്ട് പോയതെങ്കിൽ അത് മുഴുവൻ മണ്ടത്തരമായിരുന്നു എന്നുള്ളത് ഹസൻ നസ്രള്ളി അടക്കമുള്ള പ്രധാനപ്പെട്ട ഹമാസിന്റെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ നേതാക്കന്മാർക്ക് മനസ്സിലായി എന്നുള്ളത് തന്നെയാണ് ഇതിനോടകം തന്നെ നമ്മൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. അപ്പോൾ എത്രത്തോളം വലിയ രീതിയിലുള്ള ആക്രമണ പദ്ധതി ഇസ്രായേലിനെതിരെ ഇവർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അടിവാരമിളക്കി ഇവന്മാരെ ഹൂറിമാർക്ക് കൈമാറുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ എടുക്കാനായിട്ട് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് സാധിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാതെ ഇവിടെ ഇരുന്ന് 3 പേര് കൂടി ഇരുന്ന് ചർച്ച നടത്തി ഇസ്രായേൽ അങ്ങനെയാണ്, ഇസ്രായേൽ ഭീകര രാഷ്ട്രമാണ്, ഇസ്രായേൽ ആളുകളെ നശിപ്പിക്കാൻ വേണ്ടി ഉള്ള ഒരു രാഷ്ട്രമാണ്, മറ്റു രാഷ്ട്രങ്ങളെ പിടിച്ചെടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ പ്രധാന പരിപാടി. അവർ ഭൂമി കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ് വർഷങ്ങൾക്ക് മുന്നേ. അവിടെയാണ് അവർക്ക് സ്വസ്ഥത കൊടുക്കാതെ ഈ ഭീകരവാദ കൂട്ടങ്ങൾ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ നശിപ്പിക്കുക എന്നുള്ളത്, തിരിച്ചാക്രമിക്കുക എന്നുള്ളത് ഒരു രാജ്യത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. അവരത് കൃത്യമായിട്ട് നിർവഹിക്കുന്നു. ഭാരതത്തിനെ പാകിസ്ഥാൻ ആക്രമിക്കാൻ മുന്നോട്ട് വന്നാൽ തിരിച്ചടിക്കാതിരിക്കാൻ കോൺഗ്രസിന് ചിലപ്പോൾ സാധിക്കുമായിരിക്കും. പക്ഷേ BJPയെ പോലെ തന്നെയുള്ള ഒരു ഭരണാധികാരികളുടെ പാർട്ടിയാണ് നിലവിൽ ഇപ്പോൾ ഇസ്രായേൽ ഭരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള പല പ്രോജക്റ്റുകളിലും ഇപ്പോൾ ഇന്ത്യ കൂടി ഭാഗമാണ്. ഇസ്രായേലിന് എവിടെയാണോ ഒരു പ്രതിസന്ധി വരുന്നത് അവിടെ സഹായിക്കാനായിട്ട് നരേന്ദ്രമോദി സർക്കാർ മുന്നിട്ട് തന്നെ എത്തും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഓരോ മാസവും ഓരോ കപ്പൽ നിറയെ ആയുധങ്ങൾ കൃത്യമായിട്ട് ചെന്നൈ തുറമുഖത്ത് നിന്ന് വ്യക്തമായിട്ട് തന്നെ ഇസ്രായേലിലെ ടെൽ അവീവിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. തടയാനായിട്ട് ഏത് ഹൂത്തികളാണ് വരുന്നത്, ഹൂത്തികൾ വന്നാൽ അവരുടെ കൂത്തി പൊളിക്കുമെന്നുള്ള അവസ്ഥയിലേക്കുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലും ഇന്ത്യയും എടുത്തിരിക്കുന്നത്. ഒരു കോംപ്രമൈസും ഭീകരവാദികളോട് ഇന്ത്യക്കുമില്ല, ഇസ്രായേലിനുമില്ല. രണ്ട് രാജ്യത്തിൻ്റെയും രഹസ്യാന്വേഷണ വിഭാഗമായിട്ടുള്ള മൊസാദും റോയും ഒത്തുചേർന്നുകൊണ്ട് പല ഭീകരവാദികളെയും ലോകത്തിന്റെ പല പ്രദേശങ്ങളിലും ഇല്ലായ്മ ചെയ്യുന്നുണ്ട്. ഇതാണ് ഭീകരവാദികൾക്കെതിരെയുള്ള വേട്ട എന്ന് പറയുന്നത്. അല്ലാതെ പാലസ്തീനിലെ ജനങ്ങൾക്കെതിരെയുള്ള വേട്ടയാണെന്ന് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് മുഴുവൻ വെള്ളരിപ്രാവുകളെ, ക്രൂരമായിട്ടുള്ള വെള്ളരിപ്രാവുകളെ വെള്ള പൂച്ചാൻ വേണ്ടിയിട്ടുള്ള നിലപാട് മാത്രമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇവർ എവിടെയാണ് ഭീകരതയ്ക്കെതിരെ സംസാരിക്കുന്നത്, ഏത് ഭീകരവാദ സംഘടനയ്ക്കെതിരെയാണ് സംസാരിക്കുന്നത്? എന്തുകൊണ്ട് ഹമാസിനെ പിന്തുണച്ച ആളുകൾക്ക് ഹിസ്ബുള്ളയെ പിന്തുണക്കാൻ പറ്റുന്നില്ല? ഹിസ്ബുള്ള പിന്തുണക്കുന്നുണ്ടല്ലോ ഹമാസിനെ, ഹമാസ് ഹിസ്ബുള്ളയെയും പിന്തുണക്കുന്നുണ്ട്. അപ്പൊ പരസ്പരം സഹോദരന്മാരെ പോലെയുള്ള ഹമാസും ഹിസ്ബുള്ളയും എന്തുകൊണ്ടാണ് ലോകത്തിന് ഭീഷണിയായി മാറിയിരിക്കുന്നതെന്ന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമാണ്. ഈ വ്യക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ 1% പോലും കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിൽ തിരിച്ചടി എന്നുള്ളതിൽ നിന്ന് ഒട്ടും പിന്മാറാതെ കഴിഞ്ഞ 1 വർഷമായിട്ട് ഒരു ദിവസം പാലസ്തീനിലെ ജനങ്ങൾക്ക് അറിഞ്ഞതിന് അല്ലെങ്കിൽ ഇസ്രായേലിലെ ജനങ്ങൾക്ക് അറിഞ്ഞതിന് 364 ദിവസവും അവർക്ക് സന്തോഷിക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ വരുന്നത്. ഇറാൻ കുറച്ച് വാണങ്ങൾ വിട്ടുകൊണ്ട് അവിടെ ഇസ്രായേലിനെ തകർക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നത് എന്ത് വാണമാണ് വിട്ടത് എന്നുള്ളത് നമ്മൾ വീഡിയോയിലെല്ലാം കണ്ടതാണ്. ഈ ഇസ്രായേലിന്റെ അയൺ ഡോമിൽ കൃത്യമായിട്ട് തട്ടിത്തടഞ്ഞ് അത് അവിടെ നിലത്ത് വീണ് പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ്. ഈ ചീറ്റിപ്പോകുന്ന ഈ സാധനങ്ങൾ മുഴുവൻ, ഈ പാട്ടകൾ മുഴുവൻ പറക്കി ഇസ്രായേലിലേക്ക് തള്ളിവിടാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ആക്രമണ പദ്ധതി മാത്രമായിരുന്നു ഇറാൻ ഇതെന്തോ 90% അത് ഇസ്രായേൽ വീണു എന്നുള്ള അവകാശവാദമൊക്കെയാണ് ഉയർന്നത്. അപ്പോൾ ഈ അവകാശവാദം എല്ലാം തന്നെ ഒരു പൊള്ളയാണെന്നുള്ളത് ബോധ്യമായ സമയമായിരുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ് നേരിട്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, ഹമാസ് ഭീകരവാദികളുടെ കാലം കഴിഞ്ഞു. ഇനി അടുത്തത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഹിസ്ബുള്ളയും തീരും. ഇവരെ ഇനി രണ്ടാമത് ഇറാൻ ബാക്കിയുണ്ടെങ്കിലത്തെ അവസ്ഥയാണ്. ഇറാൻ ഇനി ബാക്കിയുണ്ടെങ്കിൽ പുതിയ ഭീകരവാദ സംഘടനകളെ ഇനി ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലായിരിക്കാം അവരുടെ നേതാക്കന്മാരും മറ്റ് സപ്പോർട്ടേഴ്സും.